ഈ ഒരു പ്രസ്ഥാനം നമ്മുടെ കയ്യിലേക്ക് എത്തിച്ച എല്ലാ മുതിർന്ന ലീഡേഴ്സിനും ഞാൻ പ്രത്യേകം അവരോട് നന്ദി അറിയിക്കുകയാണ്. അതിലുപരി ഈ ഒരു പ്രസ്ഥാനം നമ്മുടെ കൈകളിലേക്ക് എത്തിച്ച നമ്മുടെ മഹാനായ TCGയെയും ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. എൻ്റെ പേര് ഗംഗാധരൻ. മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടിയാണ് എൻ്റെ സ്വദേശം. സാധാരണ ഒരു സ്വർണ്ണ തൊഴിലാളിയായിരുന്നു. അതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ വരുമാനം കിട്ടാൻ വേണ്ടിയിട്ട് രാത്രികാലങ്ങളിലായിരിക്കുന്നു എൻ്റെ ഓട്ടോ ഓടിക്കല്. പകല് സ്വർണ്ണപ്പണിയായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകും. കൂടെ എക്സ്ട്രാ വരുമാനത്തിന് വേണ്ടിയിട്ട് ഓട്ടോ ഓടിക്കും. പക്ഷെ അതൊക്കെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. കാരണം ഒന്നും ശ്രദ്ധിക്കാതെ കുടുംബത്തിലെ പ്രാരാബ്ദം കൊണ്ട് ലോൺ അടയ്ക്കാൻ വേണ്ടി തുടങ്ങിയാണ്. പക്ഷെ അതൊക്കെ പിന്നീട് പല പ്രശ്നങ്ങളുമായി മാറി. ഹാർട്ട് പ്രശ്നങ്ങളായി, ഹോസ്പിറ്റലായി. പക്ഷെ പിന്നീട് അങ്ങോട്ട് ഓപ്പറേഷൻ ചെയ്യാനുള്ള പൈസ കയ്യിലില്ലാത്ത സമയത്ത് നമ്മളെ സുഹൃത്തു വഴി നമ്മുടെ ഗ്രേറ്റ് ലീഡർ വിനോദ് സാറിനെ കാണാനിടയാലും അതിൽ കൂടെ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം പല ആളുകൾക്കും ഹെൽത്ത് കാർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഹാർട്ട് പ്രശ്നങ്ങൾക്കും അതുപോലെ തന്നെ ജീവിത ശൈലി പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഉപയോഗിക്കാൻ തുടങ്ങി. വെറും 60 ദിവസം കൊണ്ട് 3 ഹാർട്ട് ബ്ലോക്കിനെ നിഷ്പ്രയാസം ഓപ്പറേഷൻ ചെയ്യാത്ത രീതിയിലേക്ക് ആക്കാൻ എനിക്ക് സാധിച്ചത് ഈ ആർഷം എന്ന പ്രസ്ഥാനത്തിൽ വന്നതുകൊണ്ടും ഇവർ പറഞ്ഞ മാതിരിയുള്ള ആ ഹെൽത്ത് കാർഡ് ഉപയോഗിക്കാൻ സാധിച്ചത് കൊണ്ട് മാത്രമാണ്. എൻ്റെ വീട്ടുകാരെന്നെ എതിർത്തു. പക്ഷെ ഞാനത് എൻ്റെ മനസ്സിൽ തീരുമാനിച്ചു, എനിക്കിനി മറ്റൊരു വഴികളില്ല. കാരണം തവിടിന്റെ ഭക്ഷണങ്ങളൊക്കെ ചെറുപ്പകാലത്ത് ഉപയോഗിച്ചത് കൊണ്ട് തവിടിന്റെ ഒറിജിനൽ ആണെങ്കിൽ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഞാൻ മരിച്ചു പോകില്ല എന്നുള്ള തീരുമാനം ഞാൻ എടുത്തു. കാരണം 2 അറ്റാക്ക് വന്ന് 3 ബ്ലോക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത അറ്റാക്കിന് മരിച്ചു പോകുന്നുള്ള ചിന്തയിലാണ് നമ്മളെല്ലാവരും ജീവിച്ചിരിക്കുന്നത്. നമുക്കിനി ജീവിക്കാൻ സമയമില്ല, മുന്നോട്ട് പോകാൻ പ്രശ്നങ്ങളാണെന്ന് വിചാരിക്കുന്ന ആ സമയത്ത് 60 ദിവസം കൊണ്ട് 3 ഹാർട്ട് ബ്ലോക്കിനെ ഓപ്പറേഷൻ ചെയ്യാത്ത രീതിയിലേക്ക് ആക്കാൻ നമ്മുടെ ഹെൽത്ത് കാർഡായ തവിടിന്റെ റൈസ് ബ്രാൻ ഓയിൽ ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് സാധിച്ചു. അതാണ് എൻ്റെ ഏറ്റവും വലിയ നേട്ടം. ആർഷമിൽ വന്നിട്ട് ആദ്യത്തെ നേട്ടം. അങ്ങനെ പതുക്കെ ആർഷമിലേക്ക് കയറി വന്നു. ആർഷമിന്റെ ID എടുത്തു, ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. ചെറിയ വരുമാനങ്ങൾ. ആദ്യത്തെ എൻ്റെ വരുമാനം 579 രൂപ. പിന്നെ അതിങ്ങനെ കുറേശ്ശെ കൂടിക്കൂടി വന്നു. 2014 ഞാൻ സ്വർണ്ണപ്പണി എത്തുന്ന എൻ്റെ ഷോപ്പ് ആർഷം ഷോപ്പാക്കി മാറ്റി. 1,30,000 റുപ്യന്റെ സാധനങ്ങളൊക്കെ വാങ്ങി വെച്ച്, പക്ഷെ ഒരു മനുഷ്യന് ആ ഷോപ്പിലേക്ക് കയറി നോക്കാനോ അതിലെ ഉൽപ്പന്നങ്ങൾ എടുത്തു നോക്കാനോ തയ്യാറായില്ല. ആയിരിക്കുന്ന സമയത്താണ് ഞാൻ 2015 ഒക്ടോബർ മാസത്തില് കമ്പനി കാണാൻ പോയി. എൻ്റെ ഒരു സുഹൃത്തും കൂട്ടി പോയി. കമ്പനി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, പല ആളുകളും പറയുന്നതല്ലത്. ഇത് കണ്ടു കഴിഞ്ഞാൽ വിശ്വസിക്കാത്തവൻ മനുഷ്യനല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പല കമ്പനികളെ പറ്റി പറയുന്ന സമയത്തൊക്കെ പല ആളുകളും പറയും ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറയുന്ന സമയത്താണ് ഈ ഒരു നേരിട്ടുള്ള കാഴ്ച കാണാനും അതിൽ കൂടെ കിട്ടുന്ന കാര്യങ്ങളെ പറ്റി മനസ്സിലാക്കാനും ഒക്കെ ശ്രമിച്ച് പല മീറ്റിങ്ങുകളും പല സ്ഥലങ്ങളിലും പോയിട്ട് അറ്റൻഡ് ചെയ്യുക. പൈസ ചെലവുണ്ട്. എന്നിരുന്നാലും എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഈ ഒരു പ്രസ്ഥാനത്തെ പറ്റി കൂടുതൽ അറിയുക എന്ന് തന്നെയായിരുന്നു എൻ്റെ ഉദ്ദേശം. പക്ഷെ 2015 ഞാൻ പോയതിന് ശേഷം, പൈസ സ്വന്തം ചെലവിൽ പോയതിന് ശേഷം 2016 ഡിസംബറോട് കൂടിയിട്ട് ഞാൻ ഡയമണ്ട് ക്ലബ്ബ് ചെയ്യാൻ തുടങ്ങി.
ആ ഡയമണ്ട് ക്ലബ്ബ് ചെയ്യാൻ തുടങ്ങിയോണ്ട് കൂടെ പിന്നെ എനിക്ക് യാത്ര അവിടെ ചെന്നാൽ ഒക്കെ ഫ്രീ ആയി. ട്രെയിനിലുള്ള ചെലവ് മാത്രമേ വരുന്നു, ട്രെയിൻ ചാർജ് മാത്രം. കാരണം ഞാൻ ട്രെയിനിൽ വല്ലാതെ സാധനങ്ങളൊന്നും വാങ്ങി ഉപയോഗിക്കാറില്ല. ഞാൻ കഴിയുന്നതും വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയ സാധനങ്ങൾ 2-3 ദിവസം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കല്. ആ സാധനങ്ങളാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പിന്നെ നുഡിച്ച സപ്ലിമെന്റുകളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. ആദ്യം നമുക്ക് നുഡിച്ചാദ്യം ആദ്യം തുടങ്ങിയതാണ്. പിന്നെ ഓരോ സപ്ലിമെന്റുകൾ വരുന്ന സമയത്ത് പ്രോട്ടീൻ പൗഡറൊക്കെ കഴിക്കാൻ തുടങ്ങിയത് കൂടിയിട്ട് എനിക്ക് തോന്നി ഇത് ഭക്ഷണമായിട്ട് നമുക്ക് സ്വീകരിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് വരുന്ന ഒരുപാട് മാറ്റങ്ങൾക്ക് നമുക്ക് ഈ ഒരു ആർസൻ തരുന്ന ഏത് ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചാൽ കിട്ടും എന്നാണ് ഞാൻ മനസ്സിലാക്കി. അതിൽ കൂടെ മുന്നോട്ട് പോയി. അപ്പോഴും ഞാൻ സ്വർണ്ണപ്പണി കിട്ടുന്നതൊക്കെ എടുക്കും, ഓട്ടോയിലൊക്കെ പോകലുണ്ട്. പക്ഷെ 2018 ശേഷം ഞാൻ ഫുൾ ടൈം ആർസിഎമ്മിലേക്ക് മാറി. കുറേശ്ശെ വരുമാനം കൂടി കൂടി വരാൻ തുടങ്ങി. ഡയമണ്ട് ക്ലബ്ബ് കംപ്ലീറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അങ്ങനെ ഡയമണ്ട് ക്ലബ്ബ് തുടർന്ന് പോയി. പല ആളുകൾക്കും പല ബുദ്ധിമുട്ടും ഉണ്ടാവും ചില സമയത്തൊക്കെ. എന്നിരുന്നാലും എൻ്റെ ഉപയോഗത്തിൽ എനിക്ക് വീട്ടിൽ എനിക്ക് ഭാര്യയ്ക്ക് ഉപയോഗിക്കാനുള്ള സാധനങ്ങൾ മാത്രം ചെയ്താൽ തന്നെ ഡയമണ്ട് ക്ലബ്ബായി. അങ്ങനെ തുടർന്നു പോയി. സൂപ്പർ ഡയമണ്ട് ക്ലബ്ബ് 24 മാസം ചെയ്ത്, സ്റ്റാർ ഡയമണ്ട് ക്ലബ്ബ് 12 മാസം ചെയ്ത്, അതിൻ്റെയൊക്കെ കമ്പനി തരുന്ന പിന്നുകളൊക്കെ കരസ്ഥമാക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഞാൻ പറഞ്ഞു വരുന്നത്, ആർസെമില് സജീവമായിട്ട് ഡയമണ്ട് ക്ലബ്ബ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു വരുമാന സാധ്യത കൂടുതലാണ്. മാത്രമല്ല, ഇപ്പോൾ നമുക്കറിയാലോ ഒരുപാട് ആളുകൾക്ക് ഫ്രീ പ്രൊഡക്റ്റ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. 10,000-ന്റെ മേലെ ഫ്രീ പ്രൊഡക്റ്റുകൾ ഒക്കെ. എന്താ പറയാ, എന്ത് ചെയ്യണം, ഒരു സഞ്ചിയായിട്ട് വന്ന ആളുകളാണ് ഒരു ഓട്ടോ ഷാനായിട്ട് പോകുന്നത്. പക്ഷെ 25,000 ചെയ്യുന്ന ആളുകൾക്കോ ക്യാഷ്, 10,000 ചെയ്യുന്ന ആളുകൾക്കൊക്കെ ക്യാഷ് കിട്ടുന്നുണ്ട് പ്രൊഡക്റ്റിന്റെ കൂടെ. ഇപ്പൊ പ്രൊഡക്റ്റിൽ ആണല്ലോ ക്യാഷ് ഇല്ല എന്നുള്ള പറയുന്ന ആളുകൾക്ക് ഡയമണ്ട് ക്ലബ്ബ് ചെയ്താൽ ക്യാഷ് തീർച്ചയായിട്ട് കിട്ടും. 5,000 PV ചെയ്താൽ നമുക്ക് 2% കമ്മീഷൻ അല്ലേ? അല്ല, 2% ചെയ്യണമെങ്കിൽ നമ്മൾ 5,000 PV ഡയമണ്ട് ക്ലബ്ബ് ചെയ്താൽ മതി. അവിടുന്ന് അങ്ങോട്ട് നമ്മൾ മുന്നോട്ട് ചെയ്യുന്ന ഓരോ ക്ലബുകൾക്കും ഇപ്പൊ സൂപ്പർ ഡയമണ്ട് ക്ലബ്ബ് 10,000 PV നമുക്ക് ചെയ്യാൻ തുടങ്ങിയാൽ നമുക്ക് എന്താവും, 4% കമ്മീഷൻ കിട്ടും അല്ലെ? മാത്രല്ല, 2 പേരെ ഞാൻ ഡയമണ്ട് ക്ലബ്ബ് ചെയ്ത് ഞാൻ പറഞ്ഞ ഒരാൾക്ക് നമുക്ക് പോകാൻ പറ്റും. പക്ഷെ സൂപ്പർ ഡയമണ്ട് ക്ലബ്ബ് ചെയ്യുന്ന ആളുകൾക്ക് 2 പേരെ നമ്മളെ കമ്പനി വിസിറ്റ് ചെയ്യാം. മാത്രല്ല, അവിടെ നമുക്ക് കുറെ ഗിഫ്റ്റുകൾ കിട്ടും, ഒക്കെ കിട്ടും. അപ്പൊ അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തണം മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ ആർസെമില് വന്നു, ഒരുപാട് ആളുകളെ പരിചയപ്പെട്ടു. ഇന്നിരിക്കുന്ന ഒരാളെ എനിക്ക് മുൻ പരിചയമില്ല. ഒക്കെ ഇതിൽ വന്നതോടുകൂടി മാത്രം കിട്ടിയതാണ്. അങ്ങനെ പല പല ആളുകൾ പല സ്ഥലങ്ങളിലും ആളുകളായി, സംസ്ഥാനങ്ങളിലും ആളുകളായി ഇന്ന് വലിയ രീതിയിൽ തന്നെ ബിസിനസ് മുന്നോട്ട് പോയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു, ഡയമണ്ട് ഡയമണ്ട് എന്ന് പറഞ്ഞ ഒരു വ്യക്തി നമുക്ക് സൗത്ത് ഇന്ത്യയിലെ ആണ് അദ്ദേഹത്തിന്റെ ബിസിനസ്. ഓരോ 3 മാസം കൂടുമ്പോഴും നമ്മളെ കാണാൻ അദ്ദേഹം വരുന്നുണ്ട്. ഇന്ന് തൃശ്ശൂരിലെ കറുകുറ്റി സ്ഥലത്താണ് വരുന്നത്. അദ്ദേഹം ആർസിഎമ്മിലേക്ക് വന്ന ചെറിയൊരു കഥ പുതിയ ആളുകൾക്ക് ഞാൻ പറഞ്ഞുതരാം, പഴയ ആളുകൾക്ക് അറിയാമായിരിക്കും. ഇദ്ദേഹം ഹരിയാനയിൽ ജനിച്ചു വളർന്ന ആളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ സംസ്കൃത വിദ്യാഭ്യാസം നമ്മളെ തൃശ്ശൂർ വെച്ചിട്ടായിരുന്നു, കാലടി കോളേജിലായിരുന്നു. അങ്ങനെ ഇരിക്കെ അദ്ദേഹം എല്ലാ ഡിഗ്രികളൊക്കെ പിന്നെ എന്താ പറയാ പാസ്സായി. ഹരിയാനയിൽ ഒരു കേബിൾ TV ഓപ്പറേറ്റർ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സ്കൂൾ ട്യൂഷൻ മാഷായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്, വെറും 500 രൂപ ശമ്പളത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ ഇരിക്കുകയാണ് അദ്ദേഹത്തിന്റെ സുഹൃത്ത് നിരന്തരം ആർസിഎമ്മിനെ പറ്റി അദ്ദേഹത്തോട് പറയുകയും അദ്ദേഹം ഒഴിഞ്ഞു മാറുന്ന സമയത്ത്
ഒരു വലിയ മീറ്റിങ്ങിന്, ഏത് മീറ്റിങ്ങിന് വിളിച്ചാലും അദ്ദേഹം എന്തെങ്കിലുമൊക്കെ എന്താ പറയാ തടസ്സങ്ങൾ പറഞ്ഞ് ഒഴിവാകുക. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ സുഹൃത്ത് രാത്രി സമയത്ത് വീട്ടിൽ പോയി ഇയാൾ സുഹൃത്തിനെ കാണുമ്പോൾ തന്നെ സുരേന്ദ്ര സാറ് അവിടുന്ന് മാറി നിൽക്കും. ഇവിടുന്ന് ഞാനിവിടെ ഇല്ല എന്നുള്ള രീതിയിൽ പറയാൻ വേണ്ടി മാറി നിൽക്കും. അങ്ങനെ സുഹൃത്ത് അവിടെ ചെന്ന സമയത്ത് ഇദ്ദേഹത്തിന് ഞാൻ എവിടെ പോയി, സുരേന്ദ്ര എവിടെ പോയി എന്ന് ചോദിച്ചു. അങ്ങനെ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു, പുറത്തേക്ക് പോയതായിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ എന്തായാലും ഞാൻ ഇന്ന് അവനെ കണ്ടിട്ടേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് അവിടെ നിൽക്കാൻ തയ്യാറായി. പിന്നെ നിവർത്തില്ല, സുരേന്ദ്ര പ്രസാദിന് വന്നേ പറ്റൂ. അങ്ങനെ ഒരു ഐഡിയ എടുത്ത ആള് ഒരു തീരുമാനം, ഒരു വിൽവാര വെച്ചിട്ട് ഒരു മീറ്റിംഗ് നടക്കാൻ വേണ്ടിയിട്ട് 30 ആളെ സംഘടിപ്പിച്ചു, ഒരു ബസ് ഏൽപ്പിച്ചു. പക്ഷെ പോകാനാകുമ്പോ 15 പേരുണ്ടായിരുന്നു, അദ്ദേഹവും അടക്കം 15 പേരുണ്ട്. ആ 15 പേരേറ്റ് ബസ്സിൽ വിളിച്ച് ബസ്സിന് പൈസ കൊടുക്കണമല്ലോ, ആ 15 പേരാണ് അതിൽ പൈസ കൊടുത്തത്. ആ 15 പേരേറ്റ് അദ്ദേഹം കമ്പനി സന്ദർശിച്ചു. മീറ്റിംഗ് പങ്കെടുത്തതിന് ശേഷം ആ 15 പേരിന്ന് സഫയറിന്റെ മേലുള്ള ആളുകളാണ്. പക്ഷെ വരാത്ത ആളുകളോ ഇന്നും എന്താ പറയാ ഏതൊക്കെ ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ടായിരിക്കും. അങ്ങനെ നമ്മുടെ സുരേന്ദ്ര സാർ ഡയമണ്ടായി. ഇന്നത്തെ വരുമാനം എന്ത് ചെയ്യണം എന്നറിയാതെ ഒരു എന്താ പറയാ ബുദ്ധിമുട്ടുന്നു. ബാങ്കുകൾ പണം കുന്നുകൂടി കിടക്കുന്നു. ആ രീതിയിലായിരിക്കുന്ന ഇദ്ദേഹത്തിന്റെ മാറ്റങ്ങൾ. അപ്പോ പല ആളുകളും നമ്മളെ സുഹൃത്തുക്കളെ വിളിക്കുന്ന സമയത്ത് ഇതൊരു പണം വരുന്ന വഴിയാണ് എന്ന് മനസ്സിലാക്കാൻ നമ്മൾ കുറെ വഴുകും. അപ്പോഴേക്കിന് ഒരുപാട് ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാവും നമ്മളോട് പറഞ്ഞ ആൾ, അല്ലെ? പല ആളുകളും ആർസിഎമ്മിൽ ഐഡി എടുക്കും. സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ബന്ധുക്കളോ പറഞ്ഞ പ്രകാരം 2000 രൂപയുടെ സാധനങ്ങൾ എടുത്താൽ നമുക്ക് ഐഡി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഐഡി എടുക്കാൻ നമുക്ക് ചെലവില്ല. പക്ഷെ 2000 രൂപയുടെ സാധനങ്ങൾ എടുത്തെങ്കിൽ നമുക്കൊരു എന്താ പറയാ ഐഡി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അല്ലാതെ നമ്മൾ അവിടെ തീരും. ആർസിഎമ്മിലെ ഉൽപ്പന്നങ്ങൾ നല്ലതാണ് എന്നറിയണമെങ്കിൽ മിനിമം നമ്മളെ വീട്ടിലേക്ക് വാങ്ങുന്ന എല്ലാ സാധനങ്ങളും ആർസിഎമ്മിൽ കൂടെ ആവണം. എങ്കിൽ മാത്രമേ നമുക്ക് ആർസിഎമ്മിന്റെ ശരിയായ വശങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇന്ന് ഒരു മിനിറ്റ്, ഇന്നത്തെ സാഹചര്യത്തില് നമുക്ക് ആവശ്യമില്ലാത്ത ഒരു ഉൽപ്പന്നങ്ങളും ആർസിഎമ്മിലില്ല. ആർസിഎമ്മില് നിത്യോപയോഗ സാധനങ്ങൾ മുതച്ച് നമുക്ക് വീടിനടിക്കാനുള്ള പെയിന്റ്, കൃഷിക്ക് ആവശ്യമായ ഹരിതസഞ്ജീവിനി, അതുപോലെ തന്നെ നമുക്ക് കീസോൾ ലേഡീസ് ഐറ്റംസുകൾ, മാത്രമല്ല കോസ്മെറ്റിക് ഐറ്റംസുകൾ 10-14ഓളം സെഗ്മെന്റിലാണ് ആർസിഎം ഇന്ന് നമ്മുടെ മുന്നിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും ഒരുപാട് ഉൽപ്പന്നങ്ങൾ വരുന്നു. 4500-ലധികം ഉൽപ്പന്നങ്ങൾ ശ്രേണി അനുസരിച്ച് നമുക്ക് കിട്ടുന്നുണ്ട്, പല അളവിലും വലുപ്പത്തിലും തൂക്കത്തിലും ഒക്കെ ആയിട്ട്. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസരമാണിത്. നമ്മൾ തീർച്ചയായിട്ടും ആർസിഎമ്മിനെ ശരിയായി മനസ്സിലാക്കേണ്ട സമയം കടന്നുപോയി. ഈ ഒരു പ്രസ്ഥാനം ഒരാളുകളെ, ഇപ്പൊ നമുക്കറിയാം, ഒരു പഠിച്ച് 25 വർഷം ഒക്കെ കഴിഞ്ഞ് 30 വയസ്സ് ആകുമ്പോഴേക്കിനും ഒരാൾക്ക് എന്തെങ്കിലും ചെറിയ ജോലി കിട്ടുന്നുള്ള ഒരു പ്രതീക്ഷ ഇന്ന് വേണ്ട. അഥവാ കിട്ടി, അതിലിരിക്കുന്ന ആളുകൾക്ക് 58 വയസ്സ് കഴിഞ്ഞാൽ ആ ജോലി എന്താ പറയാ തീർന്ന്, പിന്നെ തുച്ഛമായ ചെറിയ വരുമാനം, പെൻഷൻ കിട്ടി ജീവിക്കുന്ന ഒരു അവസ്ഥയിലാണ്. പക്ഷെ ആർസിഎം എന്ന പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്ന ഏതൊരു വ്യക്തിക്കും ഇവിടെ റിട്ടയർമെന്റ് ഇല്ല. 120 വയസ്സ് വരെ ജീവിക്കാമെന്ന് ആർഡിഐ പറയുന്ന സമയത്ത് ആ 120 വയസ്സിലും നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ ഒരു കുറവും ഉണ്ടാവില്ല, കൂടുതലേ ഉണ്ടാവുള്ളൂ. നമ്മുടെ മഹാനായ TCG നമ്മളോട് പറഞ്ഞത് എന്താ? നിങ്ങൾ പൈസയ്ക്ക് വേണ്ടി നിങ്ങളൊന്നും ചെയ്യണ്ട, മറ്റുള്ളവരെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ ഉൽപ്പന്നങ്ങളൊന്ന് എത്തിക്കാൻ നിങ്ങൾ ശ്രമിക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
മാത്രമല്ല അദ്ദേഹം നമ്മളെ പറയുന്നത് എന്താ, നിങ്ങളാണ് ഇതിന്റെ ഉടമസ്ഥര്, ഞാൻ ഇതിന്റെ ഒരു കാരണക്കാരൻ മാത്രമേ ഉള്ളൂ. എന്നാൽ അദ്ദേഹം ഒരു ബിസിനസ് മാൻ അല്ലായിരുന്നു. അദ്ദേഹത്തിന് വളരെ കഷ്ടപ്പെട്ട് വരുന്ന ഒരു കുടുംബത്തിലെ ആളാണ് അദ്ദേഹം. പക്ഷെ അച്ഛന് ഒരു ചെറിയൊരു ഉൾപ്രദേശത്ത് ഒരു ചെറിയൊരു പഴയ കാലത്തുള്ള ഒരു പെട്ടിപ്പീടിയല്ലേ, അങ്ങനത്തെ പീടികയിൽ മുന്നോട്ട് വന്ന. പക്ഷെ നമ്മുടെ മഹാനായ TCG അദ്ദേഹം പഠനത്തിൽ മാത്രമല്ല, പല എന്താ പറയുക കവിതകളും പുസ്തകങ്ങളും പല രീതിയിലും നെറ്റ്വർക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നതിനൊക്കെ കൂടുതലായി പഠിച്ചിട്ടാണ് 1977 തുടങ്ങിയ ഫാഷൻ ഷൂട്ടിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ നിന്ന് 2000 ആർസം എന്ന ഈ ഒരു പ്രസ്ഥാനത്തെ നിത്യോപയോഗ സാധനങ്ങൾ സാധാരണക്കാർക്ക് കയ്യിലൊതുങ്ങാവുന്ന വിലയിൽ എത്തിച്ചു കൊടുക്കാൻ അദ്ദേഹം മുന്നോട്ട് വന്നു. അതിൽ നിന്ന് സ്വന്തം ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പാൻ പീസ് തുടങ്ങി ഇന്ന് 5000-ലധികം സെഗ്മെന്റ് പിന്നെ എന്താ കാറ്റഗറിയിലെ സാധനങ്ങൾ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നു. ഓരോ ഉൽപ്പന്നങ്ങളും ഓരോ ദിവസം പുതിയതായിട്ട് വരുന്നുണ്ട്. നമ്മൾ അറിയുന്നത് നമ്മളെ ഇപ്പോല് വരുമ്പോൾ മാത്രമാണ്. അപ്പൊ ആ രീതിയിൽ ആശയം മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ നമുക്ക് ഏതൊരാൾക്കും അദ്ദേഹത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഏത് സെഗ്മെന്റുകളും തിരഞ്ഞെടുക്കാൻ പറ്റിയൊരു പ്രസ്ഥാനമായി ആശയം മാറിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഇന്ത്യയിൽ ഒതുങ്ങി നിന്ന ഈ ഒരു പ്രസ്ഥാനം 2025 പകുതിയോട് കൂടിയിട്ട് നമ്മുടെ മറ്റ് രാജ്യങ്ങളിലേക്ക് ആശയം ബിസിനസ് മുന്നോട്ട് പോയിരിക്കുന്ന സമയത്ത് നമ്മളെ ഇന്നത്തെ ഐഡിയയിലൊക്കെ താഴെ ഒരു വ്യക്തി അമേരിക്കയിലോ അല്ലെങ്കിൽ മറ്റേത് വിദേശ രാജ്യങ്ങളിലോ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചാൽ നമ്മളൊന്നും ഐഡിയയിലുള്ള ബിസിനസ് പർച്ചേസ് വോളിയം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലാവും. എങ്കിലും നമ്മൾ എന്തെങ്കിലും ചെയ്തെങ്കിലേ നമുക്ക് കിട്ടുള്ളൂ. കോടിക്കണക്കിന് ബിസിനസ്സോടെയുള്ള പല വ്യക്തികളും ഇന്ന് നമ്മുടെ കേരളത്തിലും ഉണ്ട്. പക്ഷെ അവര് പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്തെങ്കിൽ മാത്രമേ അവർക്ക് കിട്ടുള്ളൂ. ഈ ഒരു ബിസിനസിന്റെ സാധ്യതകൾ ശരിയായി മനസ്സിലാക്കാൻ നമുക്ക് ഒരുപാട് മീറ്റിങ്ങുകളുണ്ട്. ഇപ്പൊ ഒന്ന് കറകുറ്റി നടക്കുന്ന മീറ്റിംഗ് ഡയമണ്ട് സുരേഷ് സാർ ആണെങ്കിലും മെയിൻ ആണെങ്കിൽ നമ്മളെ ഒരു കേരളത്തിലെ 2 കോർ ലീഡർമാരുണ്ട്. അതിന്റെ കൂടെ ഒരു നോർത്ത് ഇന്ത്യയിലെ കോർ ലീഡർ ശ്യാം അഗർവാൾ എന്ന സാറും ഇന്ന് അവിടെ കറകറ്റിയിൽ എത്തുന്നുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞത് ഓരോ മീറ്റിങ്ങുകളും വലുത് തന്നെ. നാളെ നമുക്ക് കോഴിക്കോട് സാസിൽ നടക്കുന്ന മീറ്റിംഗ് നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റായിട്ട് വരുന്നത് നമ്മുടെ ശ്യാം അഗർവാൾ സാറാണ്. സാസിലാണ്. ടിക്കറ്റുകൾ കിട്ടാത്ത ആളുകൾക്ക് എടുക്കാത്ത ആളുകൾ ഇന്ന് തന്നെ കരസ്ഥമാക്കുക. മാത്രമല്ല, കഴിഞ്ഞ മാസത്തെ വെജിറ്റബിൾ വൈസ് 5 എടുത്ത ആളുകൾക്കുള്ള സ്വർണ്ണ കോയിന്റെ നറുക്കെടുപ്പും ഇന്ന് നാളെ ഈ ഒരു അവസരത്തിൽ ഉണ്ടാവും. അപ്പൊ മാക്സിമം ആളുകൾ അതിലേക്ക് വരാൻ വേണ്ടി ശ്രമിക്കുക. കാരണം നാളെ ഞായറാഴ്ചയാണ്, പല കാര്യങ്ങളും ഉണ്ടാവും. എന്നിരുന്നാലും ഈ കല്യാണമായാലും വിഷയങ്ങളായാലും ഒക്കെ ഒന്ന് മാറ്റി വെച്ച് നമ്മൾ ഇത്തരം മീറ്റിങ്ങുകൾ ഒക്കെ ഒന്ന് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചാൽ നമ്മളെ ജീവിതത്തിൽ വലിയ വലിയ അവസരങ്ങളും എന്താ പറയാ സാധ്യതകളും മുന്നോട്ട് പോകാനുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അല്ലെ? ഒന്നും ചെയ്യാത്തവനൊന്നും കിട്ടില്ല, അല്ലെ? നമ്മൾ ജനിച്ച് വളർന്നത് ചിലപ്പം ദരിദ്രനായിട്ടായിരിക്കും. പക്ഷെ നമ്മൾ മരിക്കുമ്പോൾ ദരിദ്രനായിട്ട് മരിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളെ മാത്രം കുറ്റം കൊണ്ടാണ്, അല്ലെ? എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കണം എന്ന് വിചാരിക്കുന്ന ആൾക്ക് ആശയം ഏതൊരു അവസരം ആയിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റും. ആ രീതിയിലാണ് ആശയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോ ഈ ഒരു മാസത്തെ അവസാനത്തെ ഈ 2024 അവസാനത്തെ മാസമാണിത്. അപ്പൊ ഈ മാസം നമുക്ക് നോട്ടിസ് ചാർജ് എന്ന പ്രസ്ഥാനത്തിലെ സെഗ്മെന്റിലെ നമുക്ക് നോട്ടിസ് ചാർജ് വുമൺ സ്ത്രീകളെ 15 കോടി സ്ത്രീകളിലെ ആരോഗ്യത്തിനെ പറ്റി ചിന്തിച്ചുകൊണ്ട് കമ്പനി ഒരു സ്പെഷ്യൽ
ആയിട്ട് തീരുമാനിച്ചതാണ് നൂർചാർജ് വുമൺ. 5 നൂർചാർജ് വുമൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതില് വീരാംഗന ക്ലബില് പങ്കെടുക്കാൻ പറ്റും. അവരിൽ നിന്ന് കൂടുതലായിട്ട് അറിവുകൾ നമുക്ക് ശേഖരിക്കാൻ പറ്റും. അതിന്റെ ഈ ഒരു മാസം ലാസ്റ്റ് സമയമാണ്. 5 എടുക്കുന്ന ആളുകൾക്കും ഈ മാസം പങ്കെടുക്കാം. മാർച്ച് 2022 മാർച്ചോടുകൂടി 30 എണ്ണം നിങ്ങളെ സ്വന്തം ഐഡിയിൽ അടിക്കുമ്പോൾ ബോംബെയിൽ നടക്കുന്ന വലിയ ഇവന്റിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അത് 60 പീസായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരാളെയും കൂടി നിങ്ങൾക്ക് കൂട്ടി കൊണ്ടുപോകാൻ സാധിക്കും. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞാനും പോയതാണ്. വലിയ പ്രോഗ്രാമാണ്. നമുക്കൊന്നും സങ്കല്പിക്കാൻ പറ്റാത്ത രീതിയിലാണ് പിന്നെന്താ പറയാ, ഹോട്ടൽ അതിൽ വാടകയും കാര്യങ്ങളൊക്കെ. അവിടെയാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. പിന്നെ അതിന് തീർച്ചയായിട്ടും ഈ ഒരു അവസരം നിങ്ങൾ എല്ലാവരും ഉപയോഗപ്പെടുത്തണം. അപ്പോൾ ഡയമണ്ട് ക്ലബിന്റെ പ്രത്യേകത കൂടി തന്നെയാണ് വരുന്നത്. നമുക്ക് ഡയമണ്ട് ക്ലബ്ബ് ചെയ്യാൻ ഞാൻ നൂർചാർജ് വുമൺ വെച്ച് നമുക്ക് എങ്ങനെ ഡയമണ്ട് ക്ലബ്ബ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഞാൻ നിങ്ങളോട് പറയുന്നത്. ഡയമണ്ട് ക്ലബ്ബ് അപ്പുറം നമുക്ക് പോകാൻ പറ്റും. ഇപ്പോൾ നൂർചാർജ് വുമണിന്റെ ബുക്ക്ലെറ്റുകൾ നമുക്കറിയാം. പല ആളുകൾക്കും ഇന്നിപ്പോ ഒരു ലാബിൽ പോയി ടെസ്റ്റ് ചെയ്യാത്ത രീതിയിൽ നമുക്ക് കമ്പനി അതിന്റെ ഏതൊക്കെ രീതിയിലാണ് നമുക്കത് ചെയ്യാൻ പറ്റുക എന്നുള്ളതൊക്കെ നമുക്ക് കമ്പനി അതിന്റെ ബുക്ക്ലെറ്റ് കൂടെ നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. അതും നമുക്ക് പല ആൾക്കാർക്കും അത് വാങ്ങിയിട്ടുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്, ബിസിനസ് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോ നൂർചാർജ് വുമൺ എന്ന സംഭവം ഒരു സ്ത്രീയുടെ ആരോഗ്യം, ഒരു പീരീഡ് തുടങ്ങി ഒരു പ്രായമായ സ്ത്രീകളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക രീതിയിൽ തുടങ്ങിയ ഒരു സംഭവമാണിത്. വളരെ ഭംഗിയായിട്ട് അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 50 പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള നൂർചാർജ് വുമൺ അല്ലേ, അതിൽ 13 തരം പഴങ്ങളുടെ സത്തുണ്ട്. ഒരിക്കലും പഴങ്ങളുടെ സത്ത് എന്ന് പറയുമ്പോൾ ഓരോ സമയത്തും പഴങ്ങൾക്ക് വില കൂടിക്കൊണ്ടിരിക്കുക. ആ പഴങ്ങളൊന്നും നമുക്ക് സാധാരണക്കാരന് ഒരിക്കലും അത് ആലോചിക്കാൻ പറ്റാത്ത വിലയാണ്. അപ്പൊ അങ്ങനത്തെ 13 പഴത്തിന്റെ സത്ത് അടങ്ങിയിട്ടുണ്ട്. പിന്നെ 13 വൈറ്റമിൻസ് ഉണ്ട്. അതുപോലെ തന്നെ 13 മിനറൽസ് ഉണ്ട്. 5 ആന്റി ഓക്സിഡന്റ് ഉണ്ട്. 6 ബൊട്ടാണിക്കൽസ് ഉണ്ട്. പക്ഷെ ഇതൊക്കെ നമ്മൾ ഈ 50 പോഷകങ്ങൾ ഒരു സ്ത്രീക്ക് ഏറ്റവും വേണ്ട, ഇത്രയും ഒരു 600-800 രൂപ കൊടുത്താൽ ദിവസം കഴിക്കുന്ന രൂപത്തിലുള്ള പിന്നെ എന്താ പറയാ കണ്ടന്റ് ആണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതില് 6 ബൊട്ടാണിക്കൽസ് എന്ന് പറഞ്ഞാൽ ഒന്ന് സ്റ്റാർ ഫ്ലവറിന്റെ സത്താണുള്ളത്. രണ്ടാമതായിട്ട് ഈവനിങ് പ്രീറോസിന്റെ സത്ത്. ഈ പീരിയഡ് സ്വന്തമായിട്ടുള്ള എന്ത് പ്രശ്നങ്ങൾക്കും ഇത് വലിയ പരിഹാരമാണ്. പിന്നെ മാത്രമല്ല ഒരു കറക്റ്റായിട്ട് പീരിയഡൊക്കെ കറക്റ്റായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് വരുന്നതിന് ഈ ഒരു ഇതിലെ കണ്ടന്റുകൾ സ്റ്റാർ ഫ്ലവറിന്റെ സ്റ്റാറ്റും അതുപോലെ തന്നെ ഈവനിങ് പ്രീറോസിന്റെ സത്വവും കൂടി നമുക്ക് സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന പല ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. പിന്നെ ഫ്ലാക്സിന്റെ സത്താണ് അടങ്ങിയിട്ടുള്ളത്. അത് തൂക്കത്തിനെ നിയന്ത്രിക്കും, ഓവർ വെയിറ്റിനെ നിയന്ത്രിക്കാൻ സാധിക്കും. ലൈക്കോപിൻ നമ്മൾ ചർമ്മ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും വളരെ ബെസ്റ്റ് ആണ് അത്. ലൂട്ടിൻ നമ്മളെ കണ്ണിന്റെ റെറ്റിനയ്ക്ക് നമുക്ക് എന്താ പറയാ ശരിയായ രീതിയിൽ ആരോഗ്യം കിട്ടണമെങ്കിൽ നമുക്ക് ലൂട്ടിൻ അതും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രീൻ ടീന്റെ എക്സ്ട്രാക്ട് നമ്മളെ ശരീരത്തിലെ കൊഴുപ്പിനെ കുറയ്ക്കാൻ, നമ്മളെ സ്ത്രീകളെ മുഖ്യവാദം നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിൽ കൊഴുപ്പ് കൂടുതലുണ്ടാകും. ആ കൊഴുപ്പിനെ കുറയ്ക്കാനും ഗ്രീൻ ടീന്റെ എക്സ്ട്രാക്ട് സാധിക്കും. ഇന്ന് ഒരു പീരീഡ് ആയ സ്ത്രീക്ക്, ശരിയായ ആരോഗ്യമുള്ള സ്ത്രീക്കാണെങ്കിൽ നമുക്ക് പീരീഡ് ആവുന്ന സമയത്ത് ഒരു 28 ദിവസം കഴിയുമ്പോൾ അവർക്ക് പീരീഡ് ആവും കറക്റ്റ് ആണെങ്കിൽ അതിന് 150 മില്ലി രക്തം നമ്മൾ സ്ത്രീകളുടെ ശരീരത്തിൽ നിന്ന് പോകും. പക്ഷെ ആ രക്തം പോയത് പിന്നെ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് സ്ത്രീകൾ ഒന്നും കഴിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് സ്ത്രീകൾ ആരോഗ്യത്തിന് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. RDN കണക്ക് പ്രകാരം 29 mg പിന്നെ അയൺ ഒരു ദിവസം ഒരു സ്ത്രീക്ക് ആവശ്യമാണ്. പക്ഷെ നമ്മുടെ നൂർചാർജ് വുമണിൽ 21 mg അയൺ ഉണ്ട് ഒരു ദിവസത്തേക്ക് ആവശ്യമുള്ളത്. ബാക്കി 8 നമ്മളെ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടെ കിട്ടണം. അപ്പൊ ആ രീതിയിലുള്ള ഭക്ഷണങ്ങളായിരിക്കണം സ്ത്രീകൾ കഴിക്കുക. എന്നെങ്കിൽ മാത്രമേ ഒരു സ്ത്രീക്ക് ശരിയായ രീതിയിൽ അയണിന്റെ കണ്ടന്റ് വരുള്ളൂ. പിന്നെ പറഞ്ഞാല് സിങ്ക് വളരെ കുറച്ചുള്ളൂ. അപ്പൊ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം തയ്യാറാക്കിയാണ് അയണ്. ഈ രക്തം
ശരീരത്തിൽ നിന്ന് പോണതിന്റെ ആയിട്ടാണ്. അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് എന്താ പറയാ ഒരു 50 വയസ്സിന്റെ താഴെയുള്ള സ്ത്രീകൾക്കൊക്കെ അറ്റാക്ക് വരൂല എന്ന്. കാരണം അവർക്ക് ദിവസം എല്ലാ മാസങ്ങളിലും ഈ ചീത്ത രക്തം നമ്മുടെ ശരീരത്തിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുക, സ്ത്രീകളുടെ ശരീരത്തിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുക. ഇന്ന് അതിൽ നിന്നൊക്കെ മാറി ഈ ഒരു ഇത്തരം പ്രശ്നങ്ങളുള്ള ആളുകൾക്കാണ്, സ്ത്രീകൾക്കാണ് ഇങ്ങനത്തെ അറ്റാക്ക് പോലത്തുള്ള പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ നുഡിച്ചാർജ് ഹ്യൂമൺ ഏതൊരു ആൾക്കും, ഏതൊരു ലേഡി പ്രഗ്നന്റ് അല്ല, നമ്മൾ പീരിയഡ് ആയ ലേഡിക്കും പ്രഗ്നന്റ് ആയ ലേഡികൾക്കും കൊടുക്കാൻ പറ്റും. ആ അവസ്ഥയിലും കൊടുക്കാൻ പറ്റിയ ഉൽപ്പന്നമാണ് നമ്മുടെ നുഡിച്ചാർജ് ഹ്യൂമൺ. അപ്പൊ ഇന്ന് ഒരു 8 വയസ്സായ കുട്ടിക്ക് പോലും പീരിയഡ് ആയി. അതാണ് നമ്മൾ കാണുന്ന കാഴ്ച. അത്രയും ഹോർമോൺ അടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കളാണ് നമ്മൾ കുട്ടികൾക്കായാലും നമ്മളും കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനൊരു പരിഹാരമായിട്ട് നമുക്ക് ഈ ഒരു ഉൽപ്പന്നം അവരെ പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ അതിന്റെ വില വരുന്നത് MRP 550 പക്ഷെ ഒരു ആവശ്യം ഐഡി എടുത്ത ആൾക്ക് 440 രൂപയ്ക്ക് അത് കിട്ടും. അതിന്റെ പർച്ചേസ് ഇവിടെ 330. പക്ഷെ ഇത്രയ്ക്ക് വില കൂടിയ പഴങ്ങളും എന്താ പറയാ അതൊക്കെ കയറി അതിൽ ഉപയോഗിച്ചിട്ട് അതിന് വർഷങ്ങളായിട്ട് അതിന്റെ വില ഇല്ല. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഓരോ അവസരത്തിലും സാധാരണക്കാരന് കിട്ടുന്ന രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. ഒരു ടാബ്ലറ്റിന് ഒരു MRPക്ക് പോലും വാങ്ങുന്ന ആൾക്ക് 18 രൂപ 33 പൈസ വരുള്ളൂ. ഐഡി എടുക്കുന്ന ആൾക്ക് 15 രൂപന്റെ ചോടെ വരുള്ളൂ. ഇങ്ങനത്തെ ഒരു നുഡിച്ചാർജ് ഹ്യൂമൺ നമുക്ക് 5 എണ്ണം ഒരു ദിവസം ഒരു സ്ത്രീക്ക്, ഒരു 5 സ്ത്രീകളിലേക്ക് എത്തിക്കാൻ പറ്റിയാൽ നമുക്ക് അവിടെ നമ്മളെ വരുമാനം 550 രൂപയായി. ഒരെണ്ണം നമ്മൾ സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ 110 രൂപ നമുക്ക് കിട്ടും. 5 എണ്ണം സെയിൽ ചെയ്താൽ നമുക്ക് 550 രൂപയായി. ആ രീതിയിൽ നമ്മൾ ഒരു മാസം ചെയ്യുകയാണെങ്കിൽ നമുക്ക് 16,500 രൂപ നമുക്ക് വരുമാനം കിട്ടും. ഇന്ന് പല സ്ത്രീകളും ഒരു 5,000 രൂപ, 4,000 രൂപ, 6,000 രൂപ, ഏറെ 8,000 രൂപയ്ക്ക് അപ്പുറം സ്ത്രീകൾക്ക് വരുമാനം കിട്ടില്ല ഒരു ദിവസം. പിന്നെ അത്രയും പഠിച്ച ആളുകൾ, മറ്റേ കമ്പ്യൂട്ടർ ഒക്കെ പഠിച്ച ആളുകൾക്ക് അക്കൗണ്ട് അക്കൗണ്ട് സെക്ഷനിലൊക്കെ ആണെങ്കിൽ മാത്രമേ ഒരു 10-12 റുപ്യ കിട്ടുള്ളൂ. അവർക്കൊക്കെ ഇതൊന്ന് പരിചയപ്പെടുത്തി കൊടുത്താൽ ഒരു ബിസിനസിന്റെ ഭാഗമാക്കി കഴിഞ്ഞാൽ, ഒരു ഐഡി ഒരു ബിസിനസിന്റെ ഭാഗമാക്കി കഴിഞ്ഞാൽ അവർക്കൊക്കെ വരുമാനത്തിൽ കൂടുതൽ വരും. 16,500 രൂപക്ക് നമുക്ക് ഒരു മാസം നമുക്ക് സ്വരൂപിച്ചെടുക്കണമെങ്കിൽ ഒരു ദിവസം 5 പേർക്ക്, 5 സ്ത്രീകളിലേക്ക് ഈ ഒരു നുഡിച്ചാർജ് ഹ്യൂമൺ എത്തിച്ചാൽ മതി. മാത്രമല്ല PV അടിസ്ഥാനത്തിലാണെങ്കിൽ നമുക്ക് 49,500 രൂപ. ഒരു ദിവസം 5 എണ്ണം വെച്ച് നിങ്ങൾക്ക് ഒരു മാസം നമുക്ക് 30 ദിവസം നിങ്ങൾ സെയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് PV പർച്ചേസ് വോളിയം വരുന്നത് 49,500. ആ ബേസിൽ നമ്മൾ ഒരു പുതിയ ഐഡിയ എടുത്ത ആളാണെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന ബിസിനസ് തന്നെ, അവര് ചെയ്യുന്ന ബിസിനസ് തന്നെ ആയിട്ട് തന്നെ 4,702 രൂപ അതിൽ നിന്നും കമ്മീഷൻ കിട്ടും. അത് മാത്രമാണോ, നമുക്ക് പിറ്റത്തെ 3-ാമത്തെ മാസം ആകുമ്പോഴേക്കും നമുക്ക് പർച്ചേസ് ക്ലബിലേക്ക് കയറും. 50,000 PV പറഞ്ഞ പർച്ചേസ് ക്ലബിലേക്ക് കയറി. അതിന്റെ ഒരു 500 രൂപ നമുക്ക് കമ്പനി മാത്രമാണോ? അത് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾക്ക് 6 മാസം കഴിയുമ്പോൾ നമുക്ക് പ്രീ പ്രൊഡക്റ്റ് കിട്ടും. പ്രീ പ്രൊഡക്റ്റ് കിട്ടുമ്പോൾ ഇതേപടി 6 മാസം തുടർന്ന് കഴിഞ്ഞാൽ പ്രീ പ്രൊഡക്റ്റ് കിട്ടും. എത്ര കിട്ടും? 10,000 രൂപയുടെ പ്രീ പ്രൊഡക്റ്റ് കിട്ടും. മാത്രമാണോ? 30,000 രൂപ ക്യാഷ് ആയിട്ട് കിട്ടും. ഇതുപോലെ 2 പേര് നിങ്ങളെ കൂടെ കൂട്ടി അതേമാതിരി ചെയ്യിക്കാൻ പറ്റിയാൽ ഒരു 6 മാസം കൊണ്ട് തന്നെ നിങ്ങൾ ഏത് ലെവലിലെത്തുന്നത് ചിന്തിക്കാൻ പറ്റില്ല. റോയൽറ്റിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ റോയൽറ്റി കമ്മീഷൻ നമുക്ക് സ്ഥിരമായിട്ട് കിട്ടും. അപ്പൊ ആ രീതിയിൽ നമുക്ക് ഡയമണ്ട് ക്ലബ്ബ് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ചെറിയൊരു രീതിയാണ് ഞാൻ പറഞ്ഞു തന്നത്. അത് നിങ്ങൾ അതിനെ ഒരു ഉൽപ്പന്നം പറ്റി ശ്രമിച്ചാൽ മതി, പഠിക്കാൻ ശ്രമിച്ചാൽ മതി. അതിനാണ് ഈ മാസം 5 നുഡിച്ചാർജ് ഹ്യൂമൺ നിങ്ങൾ സ്വന്തം ഐഡിയിൽ അടിച്ചിട്ട് വീർ വീരാംഗന ക്ലബിലേക്ക് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. അതിന്റെ കൂടെ നിങ്ങൾ ANCC കോഴ്സ് ഒരു 6,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ, 6,000 2 ഘട്ടങ്ങളായിട്ട് കൊടുക്കാം. 3,600 ഒരു ഘട്ടം, 2,400 ഒരു ഘട്ടം, അങ്ങനെ 2 ഗഡുക്കളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതൊരു 4-5 മാസം കൊണ്ട് നമ്മൾ പഠിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ന്യൂട്രീഷൻ കൗൺസിലറായിട്ട് അതിന്റെ ടാഗൊക്കെ തൂക്കി ആധികാരികമായിട്ട് ഏതൊരു പോലീസുകാരനെത്തും ചെല്ലാം. എന്താണ് നിങ്ങൾ ഇതിന് വിൽക്കാനുള്ള യോഗ്യത എന്ന് ചോദിച്ചാൽ ഇതാണ് എന്റെ യോഗ്യത എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കണമെങ്കിൽ നിങ്ങളെ എടുക്കുന്ന തീരുമാനത്തിനനുസരിച്ച് ബിസിനസ്സായി സ്വീകരിക്കുന്നെങ്കിൽ ഇത് തന്നെ തുടർന്ന് പോകാം. ഒറ്റ ഉൽപ്പന്നം വെച്ച്
നമുക്ക് കോടീശ്വരനാകാനുള്ള അവസരം, ഡയമണ്ട് ആകാനുള്ള അവസരം ഇതിലുണ്ട്. തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് പഠിക്കണമെങ്കിൽ ഇത്തരം വേദികൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഓരോ വേദികളും നമുക്ക് എന്തെങ്കിലുമൊക്കെ അറിവ് കിട്ടും. ഓരോ മീറ്റിങ്ങുകളും ഓരോ ദിവസം നടക്കുന്ന ഓരോ ആളുകളെ മീറ്റിംഗ്, ആ ഓരോ ആളുകളെ മീറ്റിങ്ങിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും. നമ്മളെ നോട്ടിച്ചാൽ പിന്നെ ട്രെയിനർ സുരേഷ് സാറിന്റെ 11 മണീന്റെ പ്രോഗ്രാം കഴിയണമെങ്കിൽ 2 മണിയാവും. കാരണം എന്താ, അദ്ദേഹം എടുക്കുന്ന ഒരു ഉൽപ്പന്നങ്ങളെ പറ്റി പറയുന്ന സമയത്ത് 1.5 മണിക്കൂറായിരുന്നു. പിന്നെ അതിന്റെ സംശയങ്ങളും കാര്യങ്ങളും അനുഭവങ്ങളും പറയുമ്പോൾ ആ അനുഭവങ്ങൾക്ക് പറയാൻ കേൾക്കാൻ 500 ആള് ആദ്യം സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടെങ്കിൽ അനുഭവം കേൾക്കാൻ വേണ്ടി 100 ആളുകളെ ഉണ്ടാവുള്ളൂ. ആ 100 ആളുകളായിരിക്കും ആ അനുഭവങ്ങൾ മനസ്സിലാക്കുക. ആ അനുഭവങ്ങൾ എഴുതി വെച്ചാൽ തന്നെ നമുക്ക് മറ്റുള്ളവർ പറയാനുള്ള പ്രചോദനമായി മാറും. അതാണ് നമുക്ക് നോട്ടിച്ചാർജ് വുമൺ ടാബ്ലറ്റ് കൊടുക്കാൻ നമുക്ക് ഒരു ബോഡി സ്കാനർ ആവശ്യമില്ല. പക്ഷെ ANCC കോഴ്സിൽ രജിസ്റ്റർ ചെയ്ത് അതിൽ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ നമുക്ക് അത് ആവശ്യം ഉണ്ടാവും. അപ്പോ ഈ ഉൽപ്പന്നങ്ങൾ ഏത് ആയിക്കോട്ടെ, അത് എടുത്തു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ആ ഒരു ഉൽപ്പന്നത്തിൽ കൂടെ മാത്രം നിങ്ങൾക്ക് കോടീശ്വരനാകാനുള്ള ഒരു അവസരം നമുക്ക് TCG ഒരുക്കി തന്നിട്ടുണ്ട്. നമ്മളത് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. പല സെഗ്മെന്റ് നടക്കുന്ന ആളുകൾക്ക് അതൊരു അങ്ങനെ ചെയ്യാം. ഏതിലാണ് നിങ്ങൾക്ക് താല്പര്യം? നമുക്കറിയാം, നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ നിൽക്കുമ്പോഴാണ് അബ്ബാസ് ഒരു എന്താ പറയാ റേറ്റ് വരുന്നത്. ഒരു ഉൽപ്പന്നമാണ് ആർപിക്ക്, പേര് തന്നെ മറന്നുപോയില്ല, ആർപിക്ക്. അത് പല തരത്തിലും ആ ഒരൊറ്റ ഉൽപ്പന്നം അതിന് തന്നെ കോടീശ്വരനാവുന്നുണ്ട് ആ കമ്പനി, അല്ലെ? പരസ്യം ചെയ്തിട്ട് നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ടോയ്ലറ്റ് ക്ലീൻ ആയിട്ട് വരും. അതുപോലെ തന്നെ നമുക്ക് ഈ നോട്ടിച്ചാർജ് വുമൺ ഒരു ഉൽപ്പന്നമുള്ളൂ നമ്മളെ കമ്പനി എന്ന് വെച്ചാൽ അതിനെ പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോ ഇതിന്റെ അടുത്ത ദിവസം നമുക്കൊരു വീഡിയോ വന്നു. ഒരു ക്ഷേത്രത്തിലെ പൂജാരിയാണ്. അദ്ദേഹം നോട്ടിച്ചാർജ് വുമൺ സെയിൽസ് ചെയ്യുന്നതിന്റെ ഇത് തന്നെ നമ്മളൊക്കെ ഞെട്ടിപ്പോയി. നോട്ടിച്ചാർജ് വുമണെ മാത്രമാണ് അദ്ദേഹം ചെയ്യുന്നത്. 100-ലധികം ചെയ്യുന്നത്, 100, 200 ഒക്കെ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു മേക്കപ്പ് എന്താ പറയാ സ്ഥലത്ത് ചെന്നപ്പോ 25,000 രൂപയാണ് അതിന്റെ ചെലവ് വരുന്നത്. അവിടുന്ന് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് കൊടുത്ത് നമ്മളെ ഹെയർ സിറാണ്. നമുക്ക് എത്ര വരുന്നത്? 399 രൂപ. അതാണ് 500 രൂപ കൊടുത്ത അവര് പറയും. ഇതിനാണ് നമ്മള് എന്താ പറയാ ഇത്തരം വലിയ സ്ഥലങ്ങളിലൊക്കെ പൈസ കൊടുത്തിട്ട് പൈസ ചെലവാക്കി പോണത്. നമ്മളെ കയ്യിൽ ഇതൊക്കെ ഉണ്ട്. അപ്പൊ അതൊന്ന് പഠിക്കാൻ തയ്യാറാകാത്തതുകൊണ്ട് മാത്രമാണ് നമുക്ക് അതിനെ പറ്റി അറിയാത്തത്. ഏത് രീതിയിലും നമുക്ക് മുന്നോട്ട് പോകാൻ ഇന്നത്തെ ഈ ഒരു ആശയം കൊണ്ട് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഇന്നത്തെ പോസ്റ്റില് പകരം വെക്കാനില്ലാത്ത പ്രസ്ഥാനമാണ് ആശയം എന്ന് പറഞ്ഞത്. ഇതിന് പകരം വെക്കാൻ ലോകത്ത് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ഇനി വരും, ചിലപ്പോൾ വന്നുകൂടായൊന്നുമില്ല. പക്ഷെ അപ്പോഴേക്കും നമ്മളെ 25 വർഷം നമ്മൾ പിന്നിട്ടിട്ടുണ്ടായിരിക്കും. ഒരു പുതിയ പ്രസ്ഥാനം വന്ന് ഇതേമാതിരി ഇത്രയും ആളുകളൊക്കെ എന്താ പറയാ കയ്യിലെടുത്ത് കൊണ്ടുവരണമെങ്കിൽ 25 വർഷം എത്തുമ്പോൾ നമ്മുടെ പ്രസ്ഥാനത്തിലായി 50 വർഷം പിന്നിട്ടുണ്ടാവും. ഇതിലുള്ള പല ആളുകളും ഇന്ന് ജനിക്കുന്ന കുട്ടി പോലും എന്താ പറയുക കോടീശ്വരന്മാരായി മാറിയിട്ടുണ്ടാവും. കേരളത്തിലെ ഇന്ത്യനെ സംബന്ധിച്ച് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ അതാണ് ബിസിനസ്സിലെ ഏറ്റവും വലിയ കാര്യം. ഇന്ന് വീട്ടിലിരിക്കുന്ന കോടീശ്വരന്മാരും കോടിക്കണക്കിന് രൂപയുള്ള വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളും ബിസിനസ് ചെയ്യുന്ന ആളുകളാണ്. ആ ബിസിനസ് ഏറ്റവും നല്ല ബിസിനസ് നെറ്റ്വർക്ക് ബിസിനസ്സാണ്. അപ്പോൾ പല ആളുകളും ആളെ ചേർത്തി പൈസ ഉണ്ടാക്കുന്നതല്ലേ. ആളുകൾ കൂടാതെ ഒരിക്കലും ഒരു പരിപാടി നടക്കില്ല. നമ്മൾ എന്ത് കാര്യങ്ങളായാലും ആളുകൾ വേണം. ഇന്നിപ്പോ കറകുറ്റിയിൽ പരിപാടി നടക്കുന്നതിന് 400-ലധികം ആളുകൾ പങ്കെടുക്കും. ആളുകൾ കൂടുമ്പോഴല്ലേ പരിപാടി നടക്കുള്ളൂ. അല്ലെ നമ്മൾ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? 10 വിരലിൽ ഒരു വിരല് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിരലിന്റെ കുറവ് നമുക്ക് എന്താ പറയാ അനുഭവപ്പെടും. ഇപ്പൊ 10 വിരലും കൂടി ഒരുമിച്ച് അടിക്കുമ്പോഴേ ഒച്ച ഉണ്ടാവുള്ളൂ. ഒരു വിരലടിച്ചാൽ ഒച്ച ഉണ്ടാവില്ല. അപ്പൊ 10 ആളുകൾ കൂടുമ്പോഴേ എന്താ പറയാ നമുക്ക് ബിസിനസ് വളരുള്ളൂ. നെറ്റ്വർക്ക് വളരെ വലിയ കാര്യമാണ്. ശ്രദ്ധിക്കേണ്ട നെറ്റ്വർക്കാണ് നമുക്ക് പാസേജ് ഇൻകം വരിക. നമ്മൾ ചെയ്യുന്ന ബിസിനസ്, ഞാൻ ഈ നുട്ചാർജ് 5 വിൽക്കാൻ പറഞ്ഞാൽ അത് സ്വന്തം ബിസിനസ്സാണ്. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ ഒരു ദിവസം നമ്മൾ കൊടുക്കാൻ പറ്റിയാൽ, കൊടുക്കാതെ ഇരുന്നാൽ കഴിഞ്ഞാൽ ആ ബിസിനസ് അവിടെ തീർന്ന്.
പക്ഷെ നെറ്റ്വർക്ക് ഉണ്ടാകുമ്പോൾ എന്ന് വെച്ചാൽ നമ്മളിൽ കൂടെ നമ്മൾ 8 മണിക്കൂർ ചെയ്യുന്ന ജോലി 100 ആള് എക്സ്ട്രാ നമ്മളെ താഴെ നെറ്റ്വർക്കിൽ ഉണ്ടെങ്കിൽ അവര് ചെയ്താലും നമുക്ക് വരുമാനം കിട്ടും. 1 രൂപ 100 രൂപ ഒരാൾക്ക് കൊടുക്കുന്നതിനെ കാട്ടി നല്ലത്. ഒരു ആൾക്ക് കൊടുത്താൽ അയാൾ തരാതിരുന്നാൽ നമുക്കത് ഇല്ല. പക്ഷെ അത് 1 രൂപ വെച്ച് 100 ആൾക്ക് കൊടുത്താൽ ഒരാൾ തന്നിട്ടില്ലെങ്കിൽ 99 രൂപ നമ്മളെ കയ്യിൽ എത്തൂലേ. അവിടെ നെറ്റ്വർക്കിന്റെ സാധ്യത മനസ്സിലായി. ആളെ ചേർത്ത് പൈസ ഉണ്ടാക്കാന്നുള്ളൊരു രീതി പല ആളുകളും പറയുന്നുണ്ട്. പക്ഷെ അത് തെറ്റാണ്. ആളില്ല എന്ന് ഒരിക്കലും ബിസിനസ് മുന്നോട്ട് പോകില്ല. അപ്പോ ഏത് സംരംഭം തുടങ്ങുകയാണെങ്കിലും അദ്ദേഹം തുടങ്ങുന്ന സമയത്ത് ലക്ഷങ്ങൾ മുടക്കിയിട്ടാ ചെയ്യുക. അവിടെ ചിലപ്പോൾ 4-5 പണിക്കാരൊക്കെ ഉണ്ടാവും. പക്ഷെ സമയങ്ങൾ കൂടുന്ന ഓരോ 6 മാസം കഴിയുമ്പോഴേക്കിന് പിന്നെ മുതലാളി ഒരു തൊഴിലാളി മാത്രമേ ഉണ്ടാവൂ. പിന്നെ കഴിഞ്ഞാൽ മുതലാളി മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോഴേക്കിനൊക്കെ ശോഷിച്ച് പോകും. കാരണം ഇവിടെ ആർട്സ് ബിസിനസിന്റെ കമ്പനി നമ്മളെ TCG പറയുന്നത് 3 കിലോമീറ്റർ ചുറ്റളവിൽ ഉള്ള ആളുകൾ നിങ്ങളെ ബിസിനസ്സിനെ മനസ്സിലാക്കാനുള്ള ആളാണ്. നമ്മളത് അവരെത്തി പോയി പറയണം. എങ്കിൽ മാത്രമേ നമ്മളെ ബിസിനസ് വളരുള്ളൂ. ആ ബിസിനസ് വളരണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആളുകൾ പറ്റുള്ളൂ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? ആളുകൾ കാണാൻ പോകണം. കാരണം ഇതിന് പരസ്യങ്ങൾ, ഇടനിലക്കാരൊക്കെ നമ്മളാണ്. നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുത്താൽ മാത്രമേ നമ്മളെ ബിസിനസ് വളരുള്ളൂ. ആ രീതിയിൽ നമ്മൾ ചിന്തിക്കണം. എല്ലാവർക്കും അതിന് സാധിക്കട്ടെ. ഈ ഒരു മാസം നമുക്ക് വേണ്ടപ്പെട്ട, അത് ഈ വർഷത്തെ അവസാനത്തെ മാസമാണ്. അപ്പൊ നമ്മൾ ഏതെങ്കിലുമൊക്കെ രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അവരെ പിൻ ലെവലൊക്കെ ചെക്ക് ചെയ്യുക. അവരെ താഴെ ആളുകളെ പിൻ ലെവൽ ചെക്ക് ചെയ്യുക. ഏത് ലെവലിലാണ് നിൽക്കണമെന്ന് വെച്ചാൽ അതിനൊക്കെ ഒരു മാറ്റം വരാൻ ഈ ഒരു മാസത്തെ ഇനി 10 ദിവസം നിങ്ങൾ അതിനെ പ്രയത്നിക്കുക. തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. അതിൽ നമുക്ക് എല്ലാവർക്കും മുന്നോട്ട് പോകാൻ സാധിക്കും. പകരം വെക്കാൻ ഇല്ലാത്തൊരു പ്രസ്ഥാനമാണ് ആർസിയമായി മാറ്റാൻ നമുക്ക് സാധിക്കും. നമ്മളെക്കുള്ളിലാട്ടെ, നമ്മൾ ഈ പ്രദേശത്തുള്ള ആളുകൾ ആർസിയം അറിയാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ചെറിയ എന്റെ പ്രസന്റേഷൻ ഞാൻ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു. GRCM, മാരേജ് ചാർജ്, നോട്ട് ചാർജ്.